ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 59 റിവ്യൂ. രാവിലെ ബിന്നിയും നൂബിനും തമ്മിലുള്ള സംസാരത്തിൽ ബിന്നി പറയുന്നുണ്ട്, ഒരാൾ കുത്തിത്തിരിപ്പ് എന്നുള്ള പേര് എനിക്കിട്ട് തന്നു, പിന്നെ എല്ലാവരും അതെന്നെ വിളിക്കാൻ തുടങ്ങി. ശരിക്കും എന്നേക്കാൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ ആളാണ് ഇത് ഇട്ട് തന്നത് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ പലതും പറഞ്ഞ് ബിന്നി കരയുന്നുണ്ട്. നീ എന്തിനാണ് കരയുന്നതെന്നൊക്കെ ചോദിക്കുന്നു നൂബിൻ. എന്നേക്കാളും എന്ന് പറയുമ്പോൾ അത് ബിന്നി തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, കുത്തിത്തിരിപ്പാണ് താനെന്ന്. ഇന്ന് ഹൗസിൽ 3 ഫാമിലിയാണ് വന്നത്. ഒന്ന് അക്ബറിന്റെ, ആദില, നൂറ ആൻഡ് സാബുമാൻ. ആദില നൂറയുടെ കാര്യത്തിൽ ബിഗ് ബോസ് ചെറിയൊരു സൈക്കോ കളി കളിച്ചു. ആദിലയുടെ ഫാമിലിയാണ് ആദ്യം വരുന്നതെന്ന് പറഞ്ഞത്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് നൂറയുടെ ഫാമിലി ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അവർക്ക് അറിയാമായിരുന്നെങ്കിലും സ്വന്തം ഫാമിലി വരുന്നുണ്ടോ എന്ന് അവർ ചെറുതായിട്ടൊന്ന് തെറ്റിദ്ധരിച്ചു. അവർക്കറിയാം അവരുടെ ഫാമിലി ഏതായാലും വരില്ലെന്ന്. അവരുടെ വീഡിയോയിൽ അതുപോലെ തന്നെ അവർ അവരെ വേർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് അവരെ ഇഷ്ടമല്ലെന്ന് അവരുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നത്. ബിഗ് ബോസിൽ അവർക്ക് സെന്റിയൊക്കെ അടിക്കുന്നുണ്ട്, അതൊരു ഗെയിം മാത്രം എന്നാണ് തോന്നുന്നത്. അക്ബറിന്റെ ഉമ്മയും ഭാര്യയുമാണ് വന്നത്. ബിഗ് ബോസിന്റെ ഒരു കാര്യം പറഞ്ഞ അല്ലാത്തപ്പോൾ കൊടുക്കാത്ത ടഫുള്ള ഗെയിമാണ് ഫാമിലി റൗണ്ടിൽ ബിഗ് ബോസ് കൊടുക്കുന്നത്. പസിൽ ഒട്ടിക്കാനും വെള്ളത്തിൽ പാത്രവും ഗ്ലാസും ഒക്കെ വെച്ച് ബാലൻസ് ചെയ്ത് നിർത്താനുള്ള ടാസ്ക്കാണ് അക്ബറിന് കൊടുത്തത്. അക്ബർ അത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. ദിയാസനയും ജാസ്മിനുമാണ് ആദില നൂറയ്ക്ക് വേണ്ടി വന്നത്. പസിലും പിന്നെ തീപ്പെട്ടിക്കൂട് ഞൊട്ടി ബൗളിൽ ഇടുകയായിരുന്നു അവരുടെ ടാസ്ക്. അത് ഒരു വിധത്തിൽ അവർ ചെയ്തു. ദിയാസനയും ജാസ്മിനെയും കാണാൻ വേണ്ടിയിട്ടാണോ ഈ ടാസ്ക് ചെയ്യേണ്ടി വന്നതെന്ന് നൂറ ജാസ്മിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. അക്ബറിന്റെ ഉമ്മ അക്ബറിനോട് പറയുന്നുണ്ട്, എപ്പോഴും മെയിൻ ബാക്കിൽ തന്നെ ഇരിക്കാതെ കളിക്കാൻ, നന്നായിട്ട് കളിക്കാൻ പറയുന്നുണ്ട്. ഭാര്യയാകട്ടെ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള ആളാണ്, നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ ഹിന്റുകൾ കൊടുത്ത് ദിയാസനയും ജാസ്മിനുമാണ് ആദില നൂറയ്ക്ക് മാത്രമല്ല ഹൗസിലുള്ള മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. റിയാസ് വെറുപ്പിച്ച പോലെ അവർ പ്രേക്ഷകരെയും ഹൗസിലുള്ളവരെയും വെറുപ്പിക്കുന്നില്ല. ആദ്യം വന്നയാൾ വെറുപ്പിക്കും, പിന്നെ ഹീറോയാകും. അങ്ങനെ ഒരു ഹിന്റാണ് ദിയാസന കൊടുത്തത് അനീഷിനെ പറ്റി. നിങ്ങൾ ജീവിച്ചു കാണിക്കുന്നു എന്ന് ജാസ്മിനും പിന്നെ അനീഷിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പണ്ടുണ്ടായിട്ടുള്ള ട്രോമ ഹൗസിലുള്ളവരോട് കമ്പയർ ചെയ്ത് കാണിക്കരുതെന്ന് അവർ പറയുന്നുണ്ട്. എന്റെ സീസണിൽ ഞാൻ ചെയ്തതുപോലെ അബദ്ധം പറ്റരുതെന്നും നമ്മൾ ഒരാളെ പ്രകോപിപ്പിക്കുമ്പോൾ അവരാണ് ഹീറോ ആയി മാറുന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. എല്ലാവരോടുമായിട്ട് ഇൻഡിവിജ്വൽ ആയി കളിക്കണമെന്നും പറയുന്നുണ്ട്. ആര്യനോട് ദിയാസന ഡിഗ്രിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നു, ചോദിക്കേണ്ട എന്നോടല്ല ജിസൈലിനോടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഫാമിലി വന്നവർ സ്നേഹം പ്രകടിപ്പിച്ച് പോയാൽ പോലെ എന്തിനാണ് ഹൗസിലുള്ള ആവശ്യമുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് പറഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ആര്യൻ പറയുന്നൊക്കെ ഉണ്ട്. അനീഷ് ബിന്നിയോട് പറയുന്നു, കിച്ചൺ ക്യാപ്റ്റനായപ്പോൾ ബിന്നി ഉണ്ടായിരുന്നൊക്കെ നന്നായിട്ടാണ് ഞങ്ങൾ കിച്ചൺ നടത്തുന്നതെന്ന്. ഇതും പറഞ്ഞ് ബിന്നിയും അനീഷും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. വീട്ടുകാർ വന്നപ്പോൾ കൊടുത്ത മന്തിയൊക്കെ കഴിച്ച് നോൺ വെജുകാർ സുഖമായിട്ടിരുന്നപ്പോൾ ജിസൈലിനൊന്നും കിട്ടിയില്ല. അപ്പോൾ ജിസൈലിനോട് ഫുഡ് ഉണ്ടാക്കിക്കൊള്ളാൻ അനീഷ് അനുവാദം കൊടുത്തപ്പോൾ ജിസൈൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ബിന്നി വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു. അനുവിന്റെ മേൽനോട്ടത്തിലാണ് ഫുഡ് ഉണ്ടാക്കേണ്ടതെന്നും കിച്ചണിലുള്ള മറ്റുള്ളവരും കിച്ചൺ ക്യാപ്റ്റനായ ഞാനും അനുവാദം കൊടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. താൻ കിച്ചൺ ക്യാപ്റ്റനായിരുന്നപ്പോൾ കൊളായിരുന്നെന്ന് അനീഷ് പറഞ്ഞപ്പോൾ പകരത്തിന് പകരം എങ്ങനെയെങ്കിലും അനീഷിന്റെ കിച്ചൺ ക്യാപ്റ്റൻസി കൊളമായിരുന്നു എന്ന് പറയിപ്പിക്കണം ബിന്നിക്ക്. അതാണ് എന്നും ബിന്നിക്ക് വേണ്ടത്. സാബുമാന്റെ ഫാദർ മദറുമാണ് പിന്നെ വന്നത്. അവർ നല്ല ഫ്രണ്ട്ലിയും സാബുമാനെ പോലെ തന്നെയുമായിരുന്നു. നന്നായി ആക്റ്റീവായി കളിക്കാനാണ് അവർ സാബുമാനെ ഉപദേശിച്ചത്. ടെന്നീസ് പോലെ ബോൾ കുത്തിച്ചിട്ട് ക്ലാസ്സിലിടാനാണ് സാബുമാനോട് ടാസ്ക്. അയാളത് നന്നായി ചെയ്തു. വൈകിട്ട് മട്ടന്റെ പേരിലുള്ള ഭയങ്കരമായിട്ട് അടിയായിരുന്നു. അനു തന്റെ പതിവ് രീതിയിലുള്ള മട്ടൻ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഷാനവാസും ആര്യനും മട്ടന്റെ പീസ് എടുത്ത് ഓടി. അനു ഇത് മോശമായി പോയി, ഇതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഒരു ഫുഡിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇനി ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനു അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അനു പട്ടിക്ക് കൊടുക്കുന്ന പോലെയാണ് ഫുഡ് വിളമ്പുന്നതെന്ന് ഷാനവാസും ആര്യനൊക്കെ പറയുന്നു. അനീഷ് പറയുന്നു, ഷാനവാസാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് കുഴപ്പമില്ലാതെ എല്ലാവരും ഫുഡ് കഴിച്ചേനെന്ന് അനീഷ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ തനിക്ക് ഫുഡ് ഇറങ്ങുമോ എന്ന് അനീഷ് ചോദിച്ചപ്പോൾ ഷാനവാസ് കഴിക്കാതെ പോകുന്നു. കഴിക്കില്ലെന്ന് ആദ്യം പറഞ്ഞ അനു പിന്നീട് നിവിനുമായിട്ട് ചേർന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നിവിൻ പറയുന്നു, മട്ടൻ ഇത്തിരി മുറ്റാണ്, പഴയതുപോലെ പോളിംഗ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് നിവിൻ. വീട്ടുകാരൊക്കെ വരുമ്പോൾ നിവിൻ ഇച്ചിരി ഓവറാണ്. നൂബിന്റെയും പിന്നീടും ഒക്കെ അടുത്ത് ഇങ്ങനെ അഴിഞ്ഞ് ചീഞ്ഞ് ഒട്ടിപ്പിടിച്ച് എപ്പോഴും കൂടെ തന്നെ നിവിൻ ഓവറായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളിലേക്ക് മനസ്സ് ഇടപിടിച്ച് എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആവാൻ കാരണം അനുവൊക്കെ ഇപ്പൊ പഴയതുപോലെ കരച്ചിലും ഡ്രാമയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം കളി എങ്ങനെയാണെന്ന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യും.